ഗുരുവായൂരപ്പ. ശ്രീമദ് ഭാഗവത മഹാപുരാണം ദശമസ്കന്ധം 62, 63 അധ്യായങ്ങളിലായിട്ട് ബാണയുദ്ധം കഥ പറയണു. ഉഷാനിരുദ്ധം, ഭഗവാന്റെ പേരക്കുട്ടികളുടെ വിവാഹം പറയുന്ന സന്ദർഭത്തിലാണ് ഈ ജ്വരസ്തുതിയൊക്കെ പറയണത്. നമുക്കത് കേൾക്കാം. പരീക്ഷത്ത് ചോദിക്കുകയാണ്, ബാണന്റെ മകള് ഉഷ അനിരുദ്ധനെ വേട്ടു. അവിടെ കൃഷ്ണനും ശിവനും തമ്മിലുള്ള യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ആ കഥ ഒന്ന് വിസ്തരിച്ച് പറയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീ ശിവബ്രഹ്മർഷി നല്ലോണം ഭഗവാനെ, മഹാദേവനെ ഒക്കെ സ്മരിച്ചുകൊണ്ട് ആ കഥ പറയണു. ഭഗവാൻ വാമനനായിട്ട് വന്നിട്ട് ബലിയെ അനുഗ്രഹിച്ചു. ആ ബലിയുടെ 100 പുത്രന്മാരിൽ മൂത്ത പുത്രനാണ് ബാണൻ. ശിവഭക്തനാണ്, സാത്വിക ഗുണമുണ്ട്. ശോണിതപുരത്തെ രാജാവായിട്ട് ബാണൻ ശിവാനുഗ്രഹത്തോടു കൂടിയിട്ട് ശിവൻ ഗോപുരദ്വാരത്തിൽ പാറാവുകാരനായിട്ട് നിന്നുകൊണ്ടാണ് അവിടെ ക്ഷേത്രമൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ബാണൻ്റെ ഈ രാജ്യഭരണം. അപ്പോൾ ശിവാനുഗ്രഹം കൊണ്ട് ദേവന്മാർക്കും ബാണനെ ഇഷ്ടമാണ്. സന്ധ്യയ്ക്ക് ശിവനൃത്തം, ആ സമയത്ത് ബാണൻ ഉടുക്ക് കൊട്ടും. അങ്ങനെ ശിവൻ സന്തോഷിച്ച് 1000 കൈകൾ കൊടുത്തു. അപ്പോൾ വരം എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ രാജ്യം രക്ഷിക്കണം എന്ന് പറഞ്ഞു. ബലിക്ക് വിഷ്ണു എല്ലാവിധ സുരക്ഷയും കൊടുത്ത രീതിയിൽ എനിക്ക് മഹാദേവൻ രക്ഷകനായിട്ട് ഒപ്പം ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പോൾ ഗോപുരത്തിൽ കാവൽക്കാരനായിട്ട് നിൽക്കുകയാണ് ഉണ്ടായത്. അവിടെയാണ് ക്ഷേത്രം. എന്നും മഹാദേവനെ വന്ന് തൊഴും, എന്നിട്ടേ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അത് ബാണൻ്റെ ഒരു ശീല. അപ്പോൾ ഒരു ദിവസം ശിവനോട് പറഞ്ഞു, ലോകഗുരുവായിട്ടുള്ള അങ്ങ് സർവ അഭീഷ്ടപ്രദനാണ്. എല്ലാവർക്കും ഹിതത്തെ ചെയ്തു കൊടുക്കണു, മംഗളമാർഗത്തെ പറഞ്ഞു കൊടുക്കണു, ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കണു. അങ്ങനെയുള്ള മഹാദേവന് നമസ്കാരം. നമസ്തേ ത്വം മഹാദേവ ലോകാനാം ഗുരുമീശ്വരം പുംസാം അപൂർണകാമാനാം കാമപൂരമരാഘ്രിപം. അങ്ങനെയുള്ള ആ ഭഗവാന് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ബാണം പറയാണ്, എനിക്ക് ഈ 1000 കൈ കൊണ്ട് എന്താ ചെയ്യേണ്ടത് നിശ്ചയില്ല. യുദ്ധം ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. പലരും യുദ്ധത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് സമീപിക്കുമ്പോൾ അവർ ഓടിപ്പോവുക. അപ്പോൾ അതുകൊണ്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുന്നില്ല. പർവ്വതങ്ങളൊക്കെ തവിട് പൊടിയാവണു, മത്തഗജങ്ങളൊക്കെ എന്നെ കണ്ടാൽ പേടിച്ച് ഓടണു, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് 1000 കൈകളും തരിച്ചിട്ട് വയ്യ. ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് സ്ഥലം, കുലം, മുഖം, ന്യായം ഇതൊന്നും അത്ര വിഷണ്ട തോന്നുന്നില്ല. അങ്ങ് എന്നോട് യുദ്ധം ചെയ്യുമോ എന്നാ ചോദിച്ചത്. അപ്പോൾ ഇവിടെ ബുദ്ധിയില്ലാത്തൊരു ബുദ്ധിശൂന്യതയാണ് അത് കാണിച്ചത്രേ ഉള്ളൂ. മഹാദേവനുമായിട്ട് യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ ഭക്തി വിട്ടു എന്നർത്ഥമില്ല. നമ്മളിപ്പോൾ ഈ മുത്തശ്ശനോട് കളിവാക്കുകളായിട്ട് പലതും പറയാറുണ്ടല്ലോ. മുത്തശ്ശനെ കളിയാക്കുക എന്ന നിലയ്ക്ക് പലതും പറയാറുണ്ട്. അത് ബാക്കിയുള്ളവർക്ക് എന്താ ഈ മുത്തശ്ശനോട് ഇങ്ങനെ പറയണേ, അത് മുത്തശ്ശൻ്റെ അനുവാദം ഉണ്ടായതുകൊണ്ട് നമ്മൾ ചെയ്യാം. നമ്മൾ കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യില്ല. ഇരുത്തം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യില്ല. പക്ഷേ കുട്ടികളി എന്ന നിലയ്ക്ക് അത് ചെയ്യാറുണ്ട്. എന്ന കൂട്ടത്തിൽ മഹാദേവൻ അതിനെ കണക്കാക്കുന്നേ വിചാരിച്ചുള്ളൂ ബാണൻ. പക്ഷേ അത് മഹാദേവന് അത്ര ഇഷ്ടമായില്ല. മഹാദേവൻ അങ്ങനെയുള്ള ആളല്ല. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, മൂഢ, നീ എന്നോട് യുദ്ധം ചെയ്യാറായോ? നിനക്ക് എപ്പോഴാണോ നിൻ്റെ ഈ കൊടിമരം കാറ്റത്ത് മുറിഞ്ഞു വീഴും, അപ്പോൾ അന്ന് നിനക്ക് തുല്യനായിട്ടുള്ള ഒരാൾ വരും, നിൻ്റെ കൈത്തരിപ്പ് തീർക്കും, അത് നിൻ്റെ എല്ലാ അഹങ്കാരങ്ങളും തീർക്കാനുള്ള ഒരു കാരണമായിട്ട് മാറുകയും ചെയ്യും എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ശപിക്കോ അല്ലെങ്കിൽ ശിക്ഷിക്കോ അതല്ലെങ്കിൽ ആ നിലയ്ക്ക് ഒന്നും ഉണ്ടായില്ല. ബാണൻ അവിടെ നിന്ന് പോയി. പിന്നെ എല്ലാ ദിവസവും ശിവനെ തൊഴിലുണ്ടോ നിശ്ചയില്ല. കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നിങ്ങനെ തൊഴും, എന്നിട്ട് കൊടിമരം മുറിഞ്ഞുണ്ടോ എന്ന് നോക്കും. അത്രയേ ഉള്ളൂ. ഭക്തിയുടെ സ്വഭാവത്തിൽ ലേശം മാറ്റം.
കൈത്തരിപ്പ് ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മകള് ഒരു കുട്ടിയുള്ളൂ, ഉഷ. ഊഷ എന്നാണ് സ്വതേ സംസ്കൃതത്തിൽ. ഉഷ ഒരിക്കല് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് അനിരുദ്ധനെ സ്വപ്നം കണ്ടു. യാദവരും സ്വതേ ഈ ബാണന്റെ ആൾക്കാരും കൂടിയിട്ട് എന്നും ശത്രുതയിലാണ്. ശോണിതപുരവും ദ്വാരകയും തമ്മിൽ എന്നും ശത്രുതയിലാണ്. അപ്പോൾ അനിരുദ്ധനെ ഉഷ സ്വപ്നം കണ്ടപ്പോൾ വളരെ സുന്ദരനാണ്. പെട്ടെന്ന് അങ്ങോട്ട് അനിരുദ്ധം മറഞ്ഞു സ്വപ്നത്തിൽ നിന്ന്. അവർ രതിക്രീഡയൊക്കെ ചെയ്തു സ്വപ്നത്തിൽ. ഉണർന്ന് നോക്കിയപ്പോഴാണ് അത് ശരീരത്തിന് നല്ലോണം ബാധിച്ചിട്ടുണ്ട് ഈ രതിക്രീഡ. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഉഷയ്ക്ക് മനസ്സിലായില്ല. ഉണർന്ന് നോക്കിയപ്പോൾ ആളെ കാണാനുമില്ല. അപ്പം മതിയായില്ല. എൻ്റെ തോഴൻ എവിടെ പോയി എന്നൊക്കെ ഉറക്കെ വിളിച്ച് നിലവിളിച്ചു. ഭർത്താവെ എവിടെ പോയി, കല്യാണം കഴിയാത്ത ആളാണ്, ഭർത്താവ് എവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് ഉറക്കെ കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കുംഭാണ്ഡൻ മന്ത്രിയാണ്, ബാണന്റെ മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ മകള് തോഴിമാരുണ്ട്, ചിത്രലേഖ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കരയണ് കേട്ടപ്പോൾ എന്തിനാ കരയണ എന്നായി. അപ്പോഴേക്കും ഉഷ ബോധത്തിലെത്തി. അപ്പോൾ ലജ്ജയായി. അപ്പോൾ പറഞ്ഞു ചിത്രലേഖ യോഗിനിയാണ്, നല്ല എല്ലാ യോഗിനിയാണ്. അപ്പം അതുകൊണ്ട് പറഞ്ഞു മായയെ കറി. എന്താ ഉഷ കാര്യം, കരയണെന്താ കാര്യം പറയൂ എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരെ ഒഴിവാക്കി. അപ്പോൾ ഈ കാര്യമൊക്കെ പറഞ്ഞു. രതിക്രീഡ അടക്കം ഞങ്ങൾ ചെയ്തിറക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആരാ ആളെ ചോദിച്ചു. അതറിയില്ല, ശരീരത്തിൻ്റെ ഭാഷ പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചിത്രലേഖയ്ക്ക് ചില കഴിവുകളുണ്ട്. ചിത്രം വരയ്ക്കാൻ നല്ല കഴിവാണ്. അനവധി ആൾക്കാർ ചിത്രം വരച്ചു. അപ്പോൾ മഹർഷികളുടെ, അതേപോലെ ദേവന്മാരുടെ, രാജാക്കന്മാരുടെ, പിന്നെ അവരാരും അല്ലാന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ രാജാവല്ലാത്ത ദ്വാരകാനാഥ അവിടേക്ക് സ്വതേ ഉണ്ടായില്ല. കാരണം ശത്രുപക്ഷത്താണ് ദ്വാരക. അതുകൊണ്ട് അവിടുന്ന് ഒരാളെ കിട്ടും എന്നുള്ളത് വിചാരിച്ചിട്ടില്ല. അവിടുന്ന് ആരും ഇങ്ങോട്ട് വന്നിട്ടുമില്ല. പക്ഷേ ഒടുക്കം ചിത്രലേഖ അതാ വരച്ചത്. കൃഷ്ണനെ തൊട്ട് ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ കൃഷ്ണനെ വരച്ചപ്പോൾ ഇങ്ങനെ ഛായ ഉണ്ടല്ലോ എന്നുള്ള മട്ടായി. പ്രദ്യുമ്നെ വരച്ചപ്പോൾ കുറച്ചുകൂടി ഛായ ഉണ്ട് എന്നായി. അനിരുദ്ധനെ വരച്ചവർ കൂടിയിട്ട് സാവിധി എന്നൊക്കെ പറഞ്ഞിട്ടേ ഇത് തന്നെയാണ് എന്ന് അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഈ ആളെ കിട്ടാൻ കുറച്ച് പണിയാണല്ലോ, എന്താ ചെയ്യുക. അതായത് അനിരുദ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വാരകാനാഥൻ്റെ പേരക്കുട്ടനാണ്. നമുക്ക് അവിടേക്ക് ചെല്ലാൻ പറ്റില്ല, വളരെ ബുദ്ധിമുട്ടാണ്. അയ്യോ എനിക്ക് ആളെ വേണം, നിർബന്ധം. ഉഷയും ചിത്രലേഖയും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം വളരെ കൂടുതലായതുകൊണ്ട് മായാവിദ്യ ഉപയോഗിക്കാൻ നിശ്ചയിച്ചു. അങ്ങനെ ചിത്രലേഖ അവിടെ പോയി മായാവിദ്യ ഉപയോഗിച്ചുകൊണ്ട് കട്ടിലോട് കൂടിയിട്ട് ഉറങ്ങിക്കിടക്കണ ആ അനിരുദ്ധനെ ശോണിതപുരത്തേക്ക് എത്തിച്ചു. ഭഗവാന്റെ സമ്മതമില്ലാതെ കണ്ട് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. ഭഗവാന്റെ സമ്മതമില്ലാതെ കണ്ട് ഈ അനിരുദ്ധനെ കൊണ്ടുവരാനും പറ്റില്ല. പക്ഷേ ചിത്രലേഖ വിചാരിച്ചു അത് ചിത്രലേഖയുടെ കഴിവാണെന്ന്, അത്രേ ഉള്ളൂ. പക്ഷേ അതിൽ കളങ്കമില്ല. ഉഷ അത്രയും സ്നേഹിതയാണ്. അപ്പം അതുകൊണ്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉഷയുടെ ഒപ്പം അന്തഃപുരത്തിൽ അനിരുദ്ധൻ സ്വതേ കല്യാണം കഴിച്ചിട്ടില്ല, കല്യാണം കഴിക്കാനുള്ള പ്രായം ആവുകയും ചെയ്തു. അവർ രണ്ടുപേരും ശരിക്കും ഭാര്യാഭർത്താക്കന്മാരെ പോലെ ജീവിക്കുകയും ചെയ്തു. സൽക്കാരം, ശുശ്രൂഷ, സേവനം നന്നായിട്ട് തന്നെ ചെയ്തു കൊടുത്തു. രഹസ്യമായിട്ട് വസിച്ചു. മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഗർഭലക്ഷണങ്ങളൊക്കെ കാണാൻ തുടങ്ങി. കാവൽക്കാർക്കൊക്കെ ചില സംശയങ്ങളൊക്കെ തോന്നി. അങ്ങനെ ബാണനോട് പറഞ്ഞു, എന്തോ ഒരു അനിഷ്ടം ഉണ്ട് കേട്ടോ അന്തഃപുരത്തിൽ, ഒന്ന് നോക്കിക്കോളൂ, മകൾക്ക് പുരുഷബന്ധം ഉണ്ടോ സംശയമുണ്ട് എന്നായി. ബാണൻ ഉഷയുടെ അടുത്തെത്തി അനിരുദ്ധനെ കണ്ടു. രണ്ടുപേരും കൂടി ചൂത് കളിച്ചുകൊണ്ടിരിക്കുക, ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുക. നല്ല യോജിപ്പ്. ഉഷ സ്വതേ സുന്ദരിയ, ബാണന്റെ പത്നി സുന്ദരിയ, ആസുരഭാവമില്ല, ദേവഭാവത്തിലാണ്. അപ്പോൾ രണ്ടുപേരും തമ്മിൽ നല്ല യോജിപ്പ്. പക്ഷേ ബാണന് വേറെ പ്രശ്നം. എൻ്റെ അറിവ് എന്താ, സമ്മതം ഇല്ലാതെ കണ്ട് കല്യാണം കഴിക്കാതെ കണ്ട് ഇവിടെ അകത്ത് വന്ന് കയറി കൂടിയെടുക്കുക, അത് ശരിയല്ലല്ലോ. ഏതായാലും എതിർക്കാൻ തീരുമാനിച്ചു, യുദ്ധം ചെയ്തു. കൂട്ടത്തിൽ വന്ന എല്ലാവരെയും അനിരുദ്ധൻ തോൽപ്പിക്കുകയോ അല്ലെങ്കിൽ വധിക്കുകയോ ചെയ്തു. ബാണൻ
രണ്ടുപേരും അനിരുദ്ധനും കൂടിയിട്ട് യുദ്ധം ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാണൻ നാഗപാശം കൊണ്ട് അനിരുദ്ധനെ കെട്ടിയിട്ടു കാരാഗ്രഹത്തിലാക്കി. ഉഷയ്ക്ക് അത് വലിയ സങ്കടമായി. ഉഷ കരഞ്ഞു, വല്ലാതെ കരച്ച് നിസ്സഹായ അവസ്ഥയിൽ ഉറക്ക കരഞ്ഞു. ബാണന് വേറെ ഉഷ ശിക്ഷിച്ചൊന്നുമില്ല, പക്ഷെ അനിരുദ്ധനെ വധിച്ചുമില്ല, നാഗപാശം കൊണ്ട് കെട്ടിയിട്ടു. അതങ്ങനെ കുറച്ച് കാലം 2-4 മാസമൊക്കെ ഉണ്ടായിത്രേ. അവിടെയാണ് അനിരുദ്ധൻ എവിടെയാ ഒരാൾക്കും അറിയില്ല. ദ്വാരകയിൽ അന്വേഷണമായി, രാമകൃഷ്ണന്മാരും മിണ്ടിയില്ല. അപ്പം ആ സമയത്ത് നാരദൻ അവിടെ വന്നു, എല്ലാവരോടും ചോദിച്ചു, അനിരുദ്ധൻ എവിടെയാ, അനിരുദ്ധൻ എവിടെയാ? അപ്പം ആർക്കും അറിയില്ല. അപ്പം കൃഷ്ണൻ പറഞ്ഞു, നാരദ എവിടെയുള്ളതെന്ന് ഒന്ന് പറഞ്ഞു തരും, ഞങ്ങൾക്ക് അറിയില്ല. ഓ, അനിരുദ്ധൻ ബാണന്റെ കൊട്ടാരത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. കാരാഗ്രഹത്തിലാണ് കിടക്കണത്, വളരെ പ്രശ്നത്തിലാണ്, സഹായിച്ചോളൂ, രക്ഷപ്പെടുത്തിക്കോളൂ എന്നെല്ലാം നാരദൻ പറഞ്ഞു. നാരദൻ പോയി. അപ്പോൾ ഉഗ്രസേന മഹാരാജാവ് ബാണന്റെ കൊട്ടാരത്തിലേക്ക് സൈന്യത്തെ നിയോഗിക്കാൻ വേണ്ടി നിശ്ചയിച്ചു. കൃഷ്ണന്റെ അനുവാദം. അങ്ങനെ 12 അക്ഷൗഹിണി പടയോട് കൂടിയിട്ട് പോയി എന്നാണ്. 12 അക്ഷൗഹിണി പടയോട് കൂടിയിട്ടാണ് ഇവിടുന്ന് പോയത്. 4 അക്ഷൗഹിണി പടയാണ് ഈ നാരായണീ സേനയായിട്ട് ദുര്യോധനന് കൊടുത്തത്. ഇവിടെ 12 അക്ഷൗഹിണി പടയാണ്. ഇനി പ്രദ്യുമ്നന്റെ ഒരു യാഗമുണ്ട്, രാജസൂയ യാഗം, ഉഗ്രസേന ചെയ്യണതാ. അതിൽ എത്രയാ അതിൽ സൈന്യം പോയിണ്ടെന്നുള്ള കൃത്യം സംഖ്യ പറയാതെ കണ്ട് കൂടുതലുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അത്ര കൂടുതലുണ്ട് അത്രേ. അപ്പോൾ ഭൂഭാര ഹരണാർത്ഥം ഭഗവാൻ പല ലീലയും ചെയ്തിട്ടുണ്ട്. ദ്വാരകയിലും മൃത്യുവില്ല, ദ്വാരകയിൽ നിന്ന് പുറത്ത് കിടന്നാൽ മൃത്യുണ്ട്. അതാണ്. ഏതായാലും ഇവിടെ ഈ 12 അക്ഷൗഹിണിക്കും കേടൊന്നുമില്ല കേട്ടോ. അങ്ങനെയാണ്. അതേപോലെ തന്നെ 12 അക്ഷൗഹിണി പട അവിടെയുണ്ട്, ബാണന്റെ അവിടെയും ഉണ്ട്. അപ്പോൾ രണ്ട് സൈന്യങ്ങളും കൂടിയിട്ട് യുദ്ധം ചെയ്യാണ്. ശ്രീകൃഷ്ണൻ നേതാവായിട്ട് ഈ ഉഗ്രസേനന്റെ ഭാഗത്തും, ഉഗ്രസേന യുദ്ധത്തിന് വന്നിട്ടില്ല, കൃഷ്ണനാണ്. അതേപോലെ ബാണന്റെ ഭാഗത്ത് ബാണനും ശിവനും. ഇങ്ങനെയാണ് യുദ്ധം. ശ്രീകൃഷ്ണൻ ശിവനെ നേരിട്ടു, രാമൻ കുംഭാണ്ഡനെ നേരിട്ടു, പ്രദ്യുമ്നൻ സുബ്രഹ്മണ്യനെ നേരിട്ടു. രണ്ടുപേരും ഒന്ന് തന്നെയാണ് കേട്ടോ. പ്രദ്യുമ്നൻ സുബ്രഹ്മണ്യൻ്റെ അവതാരമാണ്. അപ്പോൾ പ്രദ്യുമ്നൻ സുബ്രഹ്മണ്യനെ നേരിട്ടു, സാത്യകി ബാണനെ നേരിട്ടു എന്നാ. അങ്ങനെ യുദ്ധം കാണാൻ ആകാശത്ത് ദേവന്മാരെ, ഋഷികൾ എല്ലാവരും വന്നു. ശിവഭൂതഗണങ്ങൾ, അങ്ങനെയില്ല, നാരായണീ സേന, രണ്ടും തമ്മിലുള്ള യുദ്ധം, അതികഠിനമായിട്ടുള്ള യുദ്ധം. അപ്പോൾ ശിവഭൂതഗണങ്ങളെയൊക്കെ കൃഷ്ണൻ ഓടിച്ചു. അവിടെ ഭൂതഗണങ്ങളൊക്കെ ഇവർക്കൊന്നും മരണമില്ല. അപ്പോൾ അവരൊക്കെ കൈലാസത്തിലെത്തി. അതേപോലെ ദിവ്യാസ്ത്രങ്ങൾ എല്ലാവരും പ്രയോഗിച്ചു. എല്ലാവരും ഈശ്വരന്മാരല്ലേ. അപ്പോൾ ഈ ബാണാസുരനും ഉണ്ട് ഈ കഴിവൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രഹ്മാസ്ത്രത്തെ ബ്രഹ്മാസ്ത്രം കൊണ്ട്, വായവ്യത്തെ പാർവതം കൊണ്ട്, ആഗ്നേയത്തെ പാർജന്യം കൊണ്ട്, പാശുപതത്തെ നാരായണാസ്ത്രം കൊണ്ട്, ഇങ്ങനെ അതിദിവ്യങ്ങളായിട്ടുള്ള എല്ലാവരും പ്രയോഗിച്ചിട്ടുണ്ട്. സുബ്രഹ്മണ്യൻ്റെ വേല തൊട്ടുള്ള ഓരോന്നുണ്ട്. അങ്ങനെ ഭഗവാന്റെ ഒരു ഇച്ഛയ്ക്കനുസരിച്ച് മഹാദേവൻ യുദ്ധത്തിന് വന്ന സമയത്ത് മഹാദേവനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ, അങ്ങനെ പലായനം ചെയ്യിക്കാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് ഭഗവാൻ ഒരു സൂത്രണം ചെയ്തു. ജൃംഭണാസ്ത്രം എന്ന് പറഞ്ഞൊരു മോഹിപ്പിക്കണ അസ്ത്രമുണ്ട്. കോട്ടുവായാണ് സ്വതേ ജൃംഭണം. അപ്പോൾ ഉറക്കമാണ് എന്നർത്ഥം, ഉറക്കം ഉണ്ടായത്. കോട്ടുവായാസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ആ ആള് യുദ്ധമധ്യത്തിൽ കിടന്നുറങ്ങും. യുദ്ധമധ്യത്തിൽ മഹാദേവൻ എന്താ വെച്ചാൽ എവിടെ കിടന്നുറങ്ങിയാലും ഒരുപോലെയാ. അപ്പം മഹാദേവൻ അവിടെ കാണുമോ കാണാതിരിക്കുമോ അതിൻ്റെ കഥയില്ല. ഏതായാലും മഹാദേവൻ ജൃംഭണാസ്ത്രം കൊണ്ട്, കൃഷ്ണൻ്റെ ജൃംഭണാസ്ത്രം കൊണ്ട് വശപ്പെട്ടു. പിന്നെ ബാണൻ്റെ സൈന്യത്തെ മുഴുവൻ, ആശ്രത്തെ മുഴുവൻ നശിപ്പിച്ചു. സുബ്രഹ്മണ്യാദികളൊക്കെ പോയി. കുംഭാണ്ഡ കൂപകർണാദികൾക്ക് ബോധം പോയി, അവരെ വധിച്ചില്ല. കൃഷ്ണനും ബാണനും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധത്തിൽ 996 കൈകളും അറുത്തു. അപ്പോൾ മഹാദേവൻ അപ്പോൾ ഇവിടെ ജൃംഭണാസ്ത്രത്തിൽ ബോധമൊന്നുമില്ല കേട്ടോ, ഉറങ്ങിക്കിടക്കുകയാണ്. എന്നാലും എൻ്റെ
ഭക്തനെ വധിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. പറയാതെ എന്നൊക്കെ മനസ്സുകൊണ്ടാണ്, അല്ലാണ്ട് പറയല്ല, മനസ്സുകൊണ്ട്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഹിരണ്യകശിപുവിൻ്റെ വംശത്തിൽപ്പെട്ടതല്ലേ, ഞാൻ 21 തലമുറ ശുദ്ധാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവരാരും ഈ വലിയ തെറ്റൊന്നും ചെയ്യില്ല, അപ്പോൾ ഇവരാരും വധിക്കില്ല എന്ന് ഞാൻ ഉറപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാണനെ ഞാൻ വധിക്കണില്ല, പേടിക്കണ്ട കേട്ടോ. അങ്ങനെ ബാണനെയും ഇതേപോലെ നിർവീര്യനാക്കി. അപ്പോഴേക്കും ശിവജ്വരം അതേപോലെ കൃഷ്ണജ്വരം രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടി. ശിവജ്വരത്തെ തോൽപ്പിച്ചു. ശിവജ്വരം ഒരു പക്ഷേ മരിക്കും എന്നുള്ള മട്ടായി. അവർ രൂപം സ്വീകരിച്ചാണ് വന്നിറക്കണം. അപ്പോൾ നല്ലോണം സ്തുതിച്ചു. നമാമി ത്വാനന്ദ ശക്തിം പരേശം സർവാത്മാനം കേവലം ജ്ഞപ്തി മാത്രം. ഭഗവാനെ ഞങ്ങൾക്ക് അറിയില്ല, ഉണ്ട് എന്നറിയും, എന്തോ എന്നേ അറിയുള്ളൂ, ഇന്നത് എന്ന് പറയാൻ സാധിക്കില്ല. അങ്ങയെ ആശ്രയിക്കുന്ന ഓരോരുത്തർക്കും അതിൻ്റേതായിട്ടുള്ള ഗുണഫലം. അങ്ങയെ ഒരു തവണ ആശ്രയിച്ചാൽ പിന്നെ മറ്റൊന്നിനെയും അങ്ങ് ഭക്തൻ ആശ്രയിക്കില്ല. അതുവരെ മാത്രമേ ക്ഷീണവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അതിന് ശേഷം ക്ഷീണാദി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ സർവാത്മന ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞ് സ്തുതിച്ചു. ശക്തിയാണ്, സർവേശ്വരനാണ്, ആത്മസ്വരൂപനാണ്, ചൈതന്യ സ്വരൂപൻ. അങ്ങനെയാണ്. ഉപാധിയില്ല, സൃഷ്ടിയാദികൾക്ക് കാരണനാണ്, വേദത്താലും അറിയില്ല, ശാന്തനാണ്, സർവവ്യാപിയാണ്, ബ്രഹ്മാണ്. ത്രിഗുണം കൊണ്ട് കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. സംസാരത്തെ കടത്തിത്തരണേ. കാലസ്വരൂപിയായിട്ടുള്ള ഭഗവാനെ, ഈ അങ്ങയുടെ സ്വഭാവം അത് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള സ്വത്വത്തെ വേണ്ട വിധം മനസ്സിലാക്കാൻ പറ്റാതെ കണ്ട് മായ കൊണ്ട് മറച്ചു. ജീവനെ ഈ ആത്മബോധം അറിയാത്ത ഒരവസ്ഥയിൽ ഇന്ദ്രിയാദികൾ കൊടുക്കുകയാണ് ഇവിടെ. അതേപോലെ ഭൂതങ്ങൾ, 24 തത്വങ്ങൾ, 16 കലകൾ അങ്ങനെ മറച്ചിരിക്കുക. ഈ സമഷ്ടി രൂപം, വ്യഷ്ടി രൂപം, സ്ഥൂല സൂക്ഷ്മ പ്രപഞ്ച രൂപം, വൃക്ഷം, വിത്ത്, ഈ കർമ്മം, ശരീരം, ഇതെല്ലാം ജീവനെ സംസരിക്കുന്ന രീതിയിൽ ഭഗവാൻ വിന്യാസം ചെയ്തു. അതിനുള്ള കാരണമായിട്ടുള്ള ഈ മായ, അതിനെ ഭക്തിപൂർവം ആരാണോ ഭഗവാന്റെ പ്രീതി നേടിയിട്ട് മായയെ മറികടക്കുന്നത് അവർക്ക് മാത്രം ഭഗവാനെ അറിയാൻ സാധിക്കും, ഭഗവാനിൽ എത്താൻ സാധിക്കും. സൃഷ്ടിയാദികളൊക്കെ ഭഗവാന്റെ ഒരു ലീല മാത്രമാണ്. ഈ സത്വരജസ്തമോ ഗുണങ്ങൾ അത് ഭഗവാന്റെ ഭാവം ആണ്. അസത്ത് എന്നുള്ളത്, അതേപോലെ ധർമ്മ രക്ഷകൻ, ദുഷ്ട ശിക്ഷകൻ, ആ രീതിയിൽ ഭഗവാൻ ഈ അസത്തിനെ അറിയിച്ചു കൊടുക്കുകയാണ്. അത് ഇല്ലായ്മ ചെയ്യണമെന്നുള്ള ബോധത്തിൽ എത്തിക്കുകയാണ്. അങ്ങനെയുള്ള ഈ ദുഷ്ടനിഗ്രഹത്തിന് വന്ന ശ്രീകൃഷ്ണനായിട്ടുള്ള പരിപൂർണതമനായിട്ടുള്ള ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം. ശിവജ്വരം പറയാണ്, എനിക്ക് ചൂട് സഹിക്കാൻ വയ്യ. അങ്ങയെ ഞാൻ അനന്യ ശരണാഗതി എന്ന നിലയ്ക്ക് ആശ്രയിക്കണു. എന്നെ രക്ഷിക്കണം, എൻ്റെ ദുഃഖത്തെ തീർത്തു തരണം, താപത്തെ ഇല്ലാണ്ടാക്കി തരണം. ഇങ്ങനെ സ്തുതിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ത്രിശിരസ് എന്നാണ് ഈ ശിവജ്വരത്തിൻ്റെ പേര്. നിനക്ക് എൻ്റെ ജ്വരം ഇനി വരില്ല കേട്ടോ, ഇനി ഭയക്കണ്ട. നമ്മുടെ സംവാദം ആരാണോ ശ്രദ്ധയോടു കൂടിയിട്ട് മനനം ചെയ്യുന്നത് അവർക്ക് ഇനി പനി വരില്ല. അതേപോലെ തന്നെ നീയും അത് പനി ബാധിക്കരുത്. ജൃംഭണാസുരം കൊണ്ട് ഈ ശിവൻ ഇങ്ങനെ കെട്ടപ്പെട്ടിരിക്കുകയാണ്, ഉറങ്ങുകയാണ്. അത് പിൻവലിച്ചു. അപ്പോൾ ശിവൻ ഉണർന്നു. ശിവൻ ഉണർന്നതിൻ്റെ ശേഷം ഈ ശിവജ്വരം സന്തോഷിച്ചിട്ട് പോയത് മനസ്സിലായി. കൃഷ്ണനെ നല്ലോണം സ്തുതിച്ചു മഹാദേവൻ. ശബ്ദബ്രഹ്മമായിട്ട് വേദത്തിൽ ഒളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള സർവവ്യാപിയായിട്ടുള്ള ഈ ഓങ്കാര സ്വരൂപിയായിട്ടുള്ള ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം. മഹാദേവൻ സ്വതേ ഓങ്കാര സ്വരൂപിയാണ്. ആ ഭഗവാൻ കൃഷ്ണനെ ഓങ്കാര സ്വരൂപിയായിട്ടുള്ള ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്തുതി തുടങ്ങുന്നത്. മനഃശുദ്ധി വന്നാൽ മാത്രമേ കൃഷ്ണനെ അറിയാൻ സാധിക്കുള്ളൂ. കൃഷ്ണന്റെ ഒരു രൂപവർണ്ണനയിൽ അഗ്നി മുഖാണ്, ജലം രേതസ്സാണ്, നാഭി ആകാശാണ്, ശിരസ് സ്വർഗാണ്, ദിക്ക് കാത് ആണ്, അതേപോലെ പാദം ഭൂമിയാണ്, ചന്ദ്രൻ മനസ്സാണ്, കണ്ണ് സൂര്യനാണ്, രുദ്രൻ ഞാൻ ഭഗവാന്റെ അഹങ്കാരമാണ്, സമുദ്രം വയറാണ്, ഇന്ദ്രൻ കൈയാണ്, സസ്യം രോമമാണ്, മേഘം മുടിയാണ്, നദി ഞരമ്പാണ്,
അല്ലെങ്കിൽ രക്തം ഓടുന്ന കുഴൽ. ബ്രഹ്മാവ് ബുദ്ധിയാണ്, പ്രജാപതി ശിശ്നമാണ്, ധർമ്മം ഹൃദയമാണ്. ഈ വിരാട്ടിനെ ഇപ്രകാരത്തിൽ കൃഷ്ണനായിട്ട് കണ്ടുകൊണ്ട് കൃഷ്ണാവതാരം ഈ ലോകക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. ഏകനാണ്, ആദിയാണ്, സ്വയംപ്രകാശനാണ്, കാരണസ്വരൂപനാണ്, ജ്ഞാനസ്വരൂപനാണ്. ബ്രഹ്മമായിട്ടുള്ള അങ്ങയെ ഞാനും ആശ്രയിക്കുന്നു. അങ്ങ് മായ കാട്ടിയിട്ട് ഏത് യോനിയിലായാലും അവതരിക്കും. മത്സ്യകൂർമ്മ, വരാഹസ, നരസിംഹസ, വാമന, രാമോ, രാമസ, കൃഷ്ണ, കൽക്കരി, ജനാർദ്ദന. അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ ഇതാ ആശ്രയിക്കുന്നു. സൂര്യൻ ജലത്തെ നീരാവിയാക്കും, മേഘമായും. അതിനുശേഷം ആ മേഘം സൂര്യനെ മറയ്ക്കും. ഈ സൂര്യൻ ആ മേഘത്തെയും ഈ ലോകത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതുപോലെ അങ്ങയെ മനസ്സിലാക്കാൻ സാധിക്കാതെ കണ്ട് അങ്ങ് ഞങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ കാരണം അങ്ങ് പ്രയോഗിച്ച ഈ മായയാണ്. മേഘത്തെ മായയായിട്ട് ഉപമിച്ചു. അതാണ് ഏഷണാത്രയം കടന്ന് മായ മറികടന്നല്ലാതെ ത്രിത്വം കടന്ന് ദ്വന്ദ്വം കടന്ന് താതാത്മ്യം കിട്ടിയല്ലാതെ കണ്ട് ഈ ഏകത്വം കിട്ടില്ല. അപ്പോഴേ ഭഗവാനെ അറിയുള്ളൂ. അതാണ് അജ്ഞാനികൾ സ്വതേ ഭഗവാനെ അറിയാത്തത് ജ്ഞാനമില്ലാത്തത് കൊണ്ട് അവരോട് ശത്രുതയല്ല വേണ്ടത്, അനുകമ്പയാണ് വേണ്ടത്. അപ്പോൾ മഹാദേവൻ പറയാണ് ഈ ബാണൻ അനുകമ്പയ്ക്ക് അർഹനാണ് എന്ന്. ഇന്ദ്രിയ സുഖത്തിന് വേണ്ടിയിട്ട് അവർ കീഴ്പ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അത് അവരുടെ അജ്ഞതയാണ്. അതുകൊണ്ട് ഭഗവാന്റേതായിട്ടുള്ള ഈ അനുഗ്രഹമാകുന്ന അമൃത് എപ്പോഴാണോ പ്രവേശിക്കുന്നത്, വരം അവർക്ക് എപ്പോഴാണോ കിട്ടുന്നത്, അപ്പോൾ അവർക്ക് ഈ ദേഹമോഹം പോലും ഇല്ലാണ്ടാവും. അങ്ങനെ അവർ സച്ചിദാനന്ദത്തെ അനുഭവിക്കും. അപ്പോൾ അതിന് ഭഗവാൻ കാരണക്കാരനായിട്ട് തീരണം. ഞാനും ബ്രഹ്മാവും ഋഷികളും എല്ലാവരും ഓരോരോ ആഗ്രഹങ്ങളായിട്ട് കാരണക്കാരായിട്ട് അങ്ങയെ സേവിച്ചുകൊണ്ടേയിരിക്കുന്നു. വെറും ഭൃത്യന്മാർ മാത്രമാണ് അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം. ഈ ബാണൻ എൻ്റെ ഇഷ്ടനായതുകൊണ്ട്, അങ്ങയുടെ ഭക്തനായിട്ടുള്ള ബലിയുടെ മകനായതുകൊണ്ട് പ്രഹ്ലാദനെ പോലെ അങ്ങ് ഈ ബാണനെ കണക്കാക്കണം, അനുഗ്രഹിക്കണം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു അങ്ങയുടെ ഇപ്പോൾ പറഞ്ഞ ആവശ്യത്തെ ഞാൻ ആദ്യമേ തന്നെ അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ നടപ്പാക്കാം. പ്രഹ്ലാദ വംശത്തിൽ പിറന്നു കഴിഞ്ഞാൽ ഞാൻ വധിക്കില്ല. അവർ ഒരിക്കലും നശിക്കൂല. ബാണൻ ചില തെറ്റ് ചെയ്തു, അപ്പോൾ അതിനെ ശിക്ഷിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ബാണൻ അങ്ങയുടെ പാർഷദനായിട്ട് മുക്തി നേടിക്കഴിഞ്ഞാൽ ശിവപാർഷദനായിട്ടാണ് ഈ ബാണൻ വരിക. അത് മഹാദേവൻ്റെ അംശമായിട്ടുള്ള ഒരുപാട് അസുരന്മാരുണ്ട്. അവർ മുഴുവനെ മഹാദേവൻ്റെ പാർഷദന്മാരായിട്ടാണ്, ഭൂതഗണങ്ങളിൽ പെട്ടവരായിട്ടാണ്. പിന്നീട് വീരഭദ്രൻ്റെ കീഴിൽ, നന്ദിയുടെ കീഴിൽ, അങ്ങനെയാണ് പിന്നീട് എല്ലാവരും വരിക. ഭൈരവൻ, അങ്ങനെ കുറേ അവതാരങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് ഈ അഘോരനൊക്കെ അതിൽ പെട്ടതാണ്. അങ്ങനെയുള്ള ഈ മഹാദേവൻ്റെ പാർഷദ ഗണത്തിൽ ഈ ബാണനും എത്തിച്ചേരും എന്നെല്ലാം അനുഗ്രഹിച്ചു. അപ്പോൾ ആ സമയത്ത് ബാണൻ ഭഗവാനെ നന്നായിട്ട് നമസ്കരിച്ചു. ഉഷയെ അനിരുദ്ധനെ യഥാവിധി വിവാഹം ചെയ്തു കൊടുത്തു, പാരിബർഹാദികളെ കൊടുത്തു. എല്ലാവരും സ്വഗൃഹത്തിലേക്ക് പോയി. വധൂവരന്മാർ ദ്വാരകയിലേക്ക് പോയി. മഹാദേവൻ പിന്നെ അവിടെ വാസം മാറ്റിയിട്ട് കൈലാസത്തിലേക്ക് പോവുകയും ചെയ്തു. ഇങ്ങനെ ബാണനെ നന്നാക്കിയതായിട്ട് രംഗം പറഞ്ഞതിന് ശേഷം പിന്നീട് നൃഗമോക്ഷമാണ് പറഞ്ഞത്. നൃഗമുക്തി എന്നുള്ളത് എല്ലാ പുരാണത്തിലും വേദത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ വൃത്രാസുര വധം പോലെയാണ്. 4 ചതുർയുഗം ഓന്തായിട്ട് ഈ ഇക്ഷ്വാകു വംശജനായിട്ടുള്ള നൃഗ മഹാരാജാവ് ഒരു പൊട്ടക്കിണറ്റിൽ കിടന്നു എന്ന കാർത്തിക മാസം വെളുത്ത വാവിന് പശുദാനം ചെയ്യുന്നത് വളരെ വിശേഷമാണ്. അത് ഈ നൃഗമോക്ഷമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണ്. ഒരിക്കലും ശ്രീകൃഷ്ണൻ്റെ പുത്രന്മാരെല്ലാവരും കൊണ്ടിട്ട് കളിച്ചുകൊണ്ടിരിക്കുക, പന്ത് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ദാഹം തോന്നി വല്ലാതെ കണ്ട്. പന്ത് ഈ കിണറ്റിലേക്ക് വീണു വംശമുണ്ട്. എന്തായാലും ഈ കിണർ കണ്ടു. അവിടെ നോക്കുമ്പോൾ വെള്ളമില്ല. വെള്ളമില്ല എന്ന് മാത്രമല്ല, ആ കിണർ നിറഞ്ഞ് അതിൽ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ഓന്ത അതിൽ കിടക്കണമുണ്ട്. അത്ര വലിയ ഓന്ത.
അപ്പോൾ കാരുണ്യം തോന്നി. എല്ലാവരും കൂടിയിട്ട് ആ ഓന്തിനെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു. കനം കാരണം പറ്റിയില്ല. അപ്പോൾ കൃഷ്ണനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഓന്ത് ഇതിൽ കിടക്കുന്നുണ്ട്, ഭഗവാനെ ആ ഓന്തിനെ രക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ തൻ്റെ ഇടത്തെ കൈയൊന്ന് നീട്ടി ഓന്ത് ഈ ഭഗവാന്റെ കയ്യിൽ പിടിച്ച് മുകളിലെത്തി. സംസാരകൂപത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായിട്ടുള്ള മഹാഭാവിയെ പോലെ ആ ഓന്ത് ഈ പൊട്ടക്കിണറ്റിൽ നിന്ന് കൃഷ്ണൻ്റെ അനുഗ്രഹം കൊണ്ട് കരയ്ക്കെത്തി. കൃഷ്ണ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു. ഓന്തിൻ്റെ രൂപം മാറി വിഷ്ണു സ്വരൂപനായിട്ട് മാറി. അങ്ങനെ ഭഗവാനെ നല്ല നല്ല വാക്കുകളെ ഉപയോഗിച്ചുകൊണ്ട് സ്തുതിച്ചു. സർവസാക്ഷിയായിട്ടുള്ള ഭഗവാനെ, അങ്ങേക്ക് എല്ലാം അറിയാം, ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. ഞാൻ ഇക്ഷ്വാകുവിൻ്റെ മകൻ നൃഗനാണ്. വളരെയധികം പശുദാനം ചെയ്തു. അതും ലക്ഷണം, സ്വഭാവം എന്നുള്ള പല ഗുണങ്ങളുള്ളതായിട്ടുള്ള പശുക്കളെ, ആദ്യത്തെ കന്നിപ്രസവത്തിലുള്ള പശുക്കളെ കൊമ്പിൽ സ്വർണം കെട്ടിയിട്ട് കുളമ്പിൽ വെള്ളി കെട്ടിയിട്ട് പിന്നെ ഈ പട്ട് പുതച്ച് കുറിക്കൂട്ടുകളൊക്കെ അണിയിച്ച് അതേപോലെ കറവപാത്രം കൊടുത്ത് പശുവിന് മേയ്ക്കാനുള്ള സ്ഥലമൊക്കെ കൊടുത്ത് ഉപരിദക്ഷിണയോട് കൂടിയിട്ട് ധാരാളം കോടി പശുദാനങ്ങളെ ചെയ്തു. എത്രയെന്നുള്ള അറിയില്ല. ഇതൊക്കെ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട്, ബ്രാഹ്മണർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബ്രാഹ്മണരുടെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ആന, കുതിര, കിടക്ക, വസ്ത്രം, ദാസി, കന്യ, തേര്, ഇങ്ങനെ ഉപയുക്തങ്ങൾ ഓരോരുത്തർക്കും ഞാൻ ധാരാളമായിട്ട് കൊടുത്തിട്ടുണ്ട്. പശുദാനം മാത്രമൊന്നുമല്ല. അപ്പം നമ്മൾ പശുദാനം മാത്രമേ പറയാറുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ യാഗങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട്. ഈ ഇഷ്ടാപൂർത്തങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട്. സത്രം നിർമ്മിക്കുക, അമ്പലം നിർമ്മിക്കുക, വഴി ഉണ്ടാക്കുക, കുളം, കിണർ ഇതൊക്കെ ഉണ്ടാക്കുക, എല്ലാവരെ കൊണ്ടും യാഗപൂജാദികളൊക്കെ ചെയ്യിക്കുക, സ്വയം ചെയ്യുക. ഇങ്ങനെ ഇഷ്ടാപൂർത്തങ്ങൾ ധാരാളം. ഈ ചെയ്ത ദാനങ്ങളിൽ പശുദാനത്തിന് വളരെയധികം പ്രാധാന്യം ഉണ്ടായതുകൊണ്ടാണ് പശുദാനം ചെയ്ത നൃഗനെ പോലെ എന്ന് പറയാനുള്ള കാരണം. അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ അനവധി പശുദാനം ചെയ്തപ്പോൾ ഒരു പശു ഒരു ബ്രാഹ്മണൻ്റെ ഈ തൊഴുത്തിൽ നിന്ന് കൂട്ടം തെറ്റിയിട്ട് പുറത്തേക്ക് വന്നു. മേയണ സമയത്താവും രാജാവിൻ്റെ തൊഴുത്തിൽ എത്തുകയും ചെയ്തു തിരിച്ച്. പക്ഷെ രാജാവ് നൃഗൻ അത് അറിഞ്ഞില്ല. ഈ പശുവിനെ മറ്റൊരു ബ്രാഹ്മണന് ദാനമായിട്ട് കൊടുത്തു. അപ്പോൾ ദാനം വാങ്ങാൻ വേണ്ടിയിട്ട് വരികയാണ് ഈ ആദ്യത്തെ ബ്രാഹ്മണൻ. അപ്പോഴാണ് തൻ്റെ പശുവിനെ വേറൊരു ബ്രാഹ്മണൻ കൊണ്ടുപോകുന്നത് കണ്ടത്. ഇത് എൻ്റെ പശുവാണല്ലോ എന്ന് പറഞ്ഞു. അല്ല, ഇതിപ്പോൾ എനിക്ക് രാജാവ് തന്നതാ. തമ്മിൽ തർക്കമായി. ഉടമസ്ഥാവകാശത്തിൽ തർക്കമായി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും രാജാവിൻ്റെ അടുത്തെത്തി. രാജാവിനും അപ്പോൾ രണ്ടുപേരുടെയും കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തനിക്ക് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായി. താൻ അറിഞ്ഞിട്ടല്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു കാര്യം നമുക്ക് പരിഹരിക്കാം. 2 പേർക്ക് ഓരോ 1,00,000 പശുക്കളെ തരാം. ഈ പശുവിൻ്റെ വിലയായിട്ട് വാങ്ങിയ ആൾക്കോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ആൾക്കോ 1,00,000 പശുക്കളെ തരാം. 2 പേരും പറഞ്ഞു, ഞാൻ ഈ കൊടുത്ത പശുവിനെ പിന്നെ തിരിച്ച്, എനിക്ക് കിട്ടിയ പശുവിനെ ഞാൻ വേറെ തിരിച്ച് കൊടുക്കാറില്ല, അതേപോലെ വിൽക്കാറോ ഇല്ല. അപ്പോൾ രാജാവ് ശരിക്കും പറഞ്ഞാൽ കുടുങ്ങി. കാരണം ഈ പശുവിനെ കിട്ടില്ല, ഈ പാപം തീരില്ല. ദത്താപഹാരം എന്നുള്ളൊരു പാപമാണ് വരിക. അപ്പോൾ അതുകൊണ്ട് അതിന് എന്താ ചെയ്യുക? നിങ്ങൾ 2 പേരും എന്നെ സഹായിച്ചാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. സഹായിക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഞങ്ങളുടെ ഈ വ്രതം അതിന് അനുകൂലമാവണില്ല. അതുകൊണ്ട് ഞങ്ങൾ കൂട്ടിയാൽ പറ്റില്ല. രാജാവല്ലേ, രാജാവിന് ഇഷ്ടമുള്ളത് ചെയ്യാം എന്ന് പറഞ്ഞ് 2 പേരും കൈയൊഴിഞ്ഞു. ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയില്ല. ദത്താപഹാര പാപത്തോടു കൂടിയിട്ട് നൃഗൻ ശരീരം ഉപേക്ഷിച്ചു. പിന്നെ യമൻ്റെ അടുത്തെത്തി. അപ്പോൾ രാജാവ് നൃഗനെ നമസ്കരിച്ചു എന്നാണ്. അത്രയ്ക്കുണ്ട് ഈ നൃഗൻ്റെ മേന്മ. എന്നിട്ട് പറഞ്ഞു, അങ്ങയ്ക്ക് ഒരു ഇത്തിരി പാപമുണ്ട്, അതാണോ ആദ്യം അനുഭവിക്കുന്നത് അതോ പുണ്യമാണോ അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പാപം ആദ്യം അനുഭവിക്കാം, എന്നാൽ പിന്നെ തിരിച്ചു വരണ്ടല്ലോ, എനിക്ക് മുക്തി കിട്ടുമല്ലോ, അതുകൊണ്ട് പാപം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു.
പൂർവജന്മ സ്മരണ നഷ്ടമാകാതെ കണ്ട് തന്നെ ഓന്തായിട്ട് ഈ ദ്വാരകയിലുള്ള കിണറ്റിൽ പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ 4 യുഗം അവിടെ ഉണ്ടായി എന്നാണ്. ഏതായാലും ആ ഓന്തിനെയാണ്, ഈ നൃഗനെയാണ് രക്ഷിച്ചത്. ആ ഭഗവാനെ ഭജിച്ച് ഇങ്ങനെ ചെറിയൊരു അബദ്ധത്തിൽ ഓന്തായിട്ട് കിടക്കേണ്ടി വന്നു. പക്ഷേ പൂർവ്വജന്മ സ്മരണ നഷ്ടപ്പെടാതെ കണ്ട് രക്ഷപ്പെട്ടു. ഭഗവാനെ തൃക്കൈ ഒന്ന് സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ ഓന്തിൻ്റെ രൂപം മാറി വിഷ്ണുപാർഷദനായി. അപ്പോൾ ഭഗവാനോട് പറഞ്ഞു, എൻ്റെ പാപം മുഴുവൻ തീർന്നിരിക്കണു, അങ്ങയെ കണ്ടു, നാരായണനായിട്ടുള്ള അങ്ങ് എന്നെ രക്ഷിച്ചു. അങ്ങനെ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട്, ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് വൈകുണ്ഠത്തിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു കൃഷ്ണൻ. നൃഗൻ മുക്തനായി. കൃഷ്ണൻ കുട്ടികളോട് പറയുകയാണ്, കൂട്ടുകാരായിട്ടുള്ള കുട്ടികളോട് പറയുക, ഇത് വൃന്ദാവനത്തിൽ വെച്ച് നടന്ന കഥയാണ്. കൂട്ടുകാരായിട്ടുള്ള കുട്ടികൾ നിങ്ങൾ കേൾക്കണം. ബ്രഹ്മസ്വം അറിയാതെ പോലും ഭുജിക്കാൻ പാടില്ല, കഴിക്കാൻ പാടില്ല, ദഹിക്കില്ല. നമ്മൾ ഊണ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെള്ളാരം കല്ല് കഴിച്ചു എന്ന് കൂട്ടുക, അത് കടിക്കാതെ കണ്ടാണ് ഉരുള ഒന്നിച്ച് കഴിച്ചു വെച്ചാലും ദഹിക്കില്ല അത്. എന്ന കൂട്ടത്തിൽ ബ്രഹ്മസ്വം ദേവസ്വം ഒരിക്കലും കട്ടെടുത്ത് തിന്നരുത്, ദഹിക്കില്ല. മഹാ തേജസ്വികൾക്കും കൂടിയും അത് ദഹിക്കില്ല. എന്നിട്ട് വേണ്ടേ ബാക്കിയുള്ളവർക്ക്. വിഷം കഴിച്ചാൽ അതിന് മരുന്നുണ്ട്, രക്ഷപ്പെടാൻ സാധിക്കും. മരിച്ചാൽ ഒരാളെ മരിക്കുള്ളൂ. പക്ഷേ ബ്രഹ്മസ്വം ദേവസ്വം അപഹരിച്ചു കഴിഞ്ഞാൽ കുലം മുഴുവൻ നശിക്കും. അഗ്നി വെള്ളം ഒഴിച്ചിട്ട് കെടുത്താൻ സാധിക്കും. ബ്രാഹ്മണ ദുഃഖാഗ്നി കുലം നശിപ്പിക്കും. അതിനെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ബലം പ്രയോഗിച്ചിട്ടാണ് കട്ട് ഈ സ്വത്ത് കൈക്കലാക്കിയതെങ്കിൽ 10 തലമുറ നശിക്കും. രാജാക്കന്മാരായാൽ രാജ്യം നശിക്കും. കുംഭീഭാഗം എന്നുള്ള നരകമാണ്, എണ്ണയിലിട്ട് വറക്കൽ. 60,000 കൊല്ലം എന്തൊരു കണക്കുണ്ട്, അത്രയും കൊല്ലം. എത്ര കൊല്ലം എന്നുള്ള വിഷയമല്ല. ജനിക്കുക, വീണ്ടും കുംഭീഭാഗം വറക്കുക, അത് കഴിഞ്ഞാൽ വീണ്ടും കുംഭീഭാഗം, ഇങ്ങനെയാണ്. പിന്നെ കൃമിഭോജനം, 60,000 വർഷം വൈതരണി പ്രത്യേകമായിട്ടൊരു നരകമുണ്ട്, അവിടെ വേണ്ടിവരും. കൃമിഭോജനം വേണ്ടിവരും. രാജ്യഭ്രഷ്ടം ആയിട്ട് കുറച്ചു കാലം ജീവിക്കണം. സർപ്പമായിട്ട് ജീവിക്കേണ്ടി വരും. ശിക്ഷ പല തരത്തിൽ അനുഭവിക്കേണ്ടി വരും. ബ്രാഹ്മണരെ ഇങ്ങോട്ട് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ക്ഷമയോട് കൂടിയിട്ട് അതിനെ സഹിക്കുക. അവരെ നമസ്കരിച്ച് മാറി നിൽക്കുക. എതിർക്കാൻ പോകരുത്, അവരെ നേരെയാക്കാൻ പോകരുത്. അറിയാതെ ചെയ്തിട്ട് നൃഗന് ഇങ്ങനെ ഒരു ഓന്തായിട്ട് അനവധി കാലം വേണ്ടി വന്നുവെങ്കിൽ, ഈ അറിഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എത്ര കാലം വേണ്ടി വരുന്നുള്ള പറയാൻ സാധിക്കില്ല. പരിഹാരം ചെയ്യാൻ ശ്രമിച്ചിട്ടും പറ്റിയില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഭഗവാൻ നന്നായിട്ട് തന്നെ ധർമ്മത്തെ വളരെ വിശദമായിട്ട് തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടായി. കൂട്ടുകാരെ, നിങ്ങൾ ഒരിക്കലും ബ്രാഹ്മണ നിന്ദ ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ ശിക്ഷിക്കും കേട്ടോ. ഈ കൂട്ടുകാരെന്നുള്ള പരിഗണന ഉണ്ടാവില്ല. ഏകാദശി നോറ്റിട്ടുള്ള അനവധി ആൾക്കാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള അംബരീഷൻ, രുക്മാംഗതൻ, അതേപോലെ തന്നെ ഈ നൃഗനും ഏകാദശി നോറ്റുണ്ടെന്നാണ്. നൃഗനെ നമ്മൾ ഈ ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പശുദാനം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് നൃഗനും ഏകാദശി നോറ്റുണ്ടെന്നാണ്. അപ്പം അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു രീതിയിലാണ് നൃഗന്റെ കഥ എല്ലാ പുരാണങ്ങളിലും ഒരേപോലെ പറഞ്ഞത്. യാതൊരു ഭഗവാനാണോ ഇങ്ങനെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നത്, ആ ഭഗവാന്റെ കഥ എത്ര കേട്ടാലും മതിയാവില്ല. അവിടെ വ്യാഖ്യാനത്തിൽ ഈ അംബരീഷൻ്റെ കഥ പറയുന്ന സമയത്ത് അവിടെയും പറഞ്ഞിട്ടുണ്ട്, രുക്മാംഗതൻ ഇതേപോലെ മകനെ വധിക്കും എന്ന് പറഞ്ഞിട്ടും ഏകാദശി നോൽക്കൽ വിട്ടില്ല. അങ്ങനെ ആ സമയത്ത് അവിടെ പുരാണത്തിൽ, ഇതിഹാസത്തിലാണ്, അത് മറ്റേ ഭാരതത്തിലാണ് പറഞ്ഞത്. അവിടെ 26 ഏകാദശിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ഉൽപ്പന്ന ഏകാദശി വിഷ്ണു പോലും നോറ്റുണ്ട് അത്ര ഏകാദശി. മുരനെ വധിക്കാൻ വേണ്ടിയിട്ട്, ഈ നരകാസുരനെ വധിക്കാൻ വേണ്ടി ചെന്നപ്പോൾ മുരനാണ് കോട്ട കാവലിനായിട്ട് നിൽക്കുന്നത്. ആ മുരാസുരനെ വധിക്കാൻ ഒരു മാർഗവുമില്ല. 5 തലയുള്ള ഒരു പാമ്പ.
ആ അസുരനെ വധിക്കാൻ വേണ്ടിയിട്ട് ഏകാദശി നോറ്റു കൃഷ്ണൻ, വിഷ്ണു. അപ്പോൾ ഏകാദശി ഒരു ദേവീ രൂപത്തിൽ പ്രത്യക്ഷമായി. എന്നിട്ട് അനുഗ്രഹം കൊടുത്തു, മുരനെ ഭസ്മമാക്കാനുള്ള വിദ്യ പറഞ്ഞു കൊടുത്തു എന്നാണ്. അങ്ങനെ ഏകാദശിയുടെ പ്രാധാന്യത്തെക്കുറിച്ചധികം പറഞ്ഞു. ഉൽപ്പന്ന ഏകാദശി നോറ്റു എന്നാണ്. പിന്നെ മോക്ഷത, സഫല, പുത്രത, ജയ, വിജയ, ആമലകി, പാപമോചനി, കാമത, വരൂധിനി, മോഹിനി, അപര, നിർജ്ജല, യോഗിനി, ദേവശയനി, കാമിക, പവിത്ര, അജ, പത്മനാഭ, ഇന്ദിര, പാശാങ്കുശ, രമ, പ്രബോധിനി, പരമ, പത്മിനി, ഇങ്ങനെ 26 ഏകാദശി പറഞ്ഞിട്ടുണ്ട്. ചിലതിൽ പേരിൽ കുറച്ച് വ്യത്യാസം, 1-2 വ്യാഖ്യാനങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ചിലതിൽ പേരിൽ വ്യത്യാസം കണ്ടിട്ടുണ്ട്, അത് സാരില്ല. ഏകാദശി 26 എണ്ണം, 24, 26 ഉണ്ടാവും. കാരണം 15 എന്നാണല്ലോ. അപ്പോൾ ഏറ്റക്കുറച്ചിൽ കുറച്ചുണ്ടാവുകൊണ്ട് ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരാം, അതിലുള്ള. ഇങ്ങനെ നൃഗമോക്ഷം കൂടിയും പറഞ്ഞ് അവിടെ കഥ പറഞ്ഞു വെച്ചു. അതിന് ശേഷം ഇനി ബലരാമൻ്റെ കഥകൾ പറയുകയാണ്. അത് നമുക്ക് അടുത്തതിൽ കേൾക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ, നാരായണ നാരായണ നാരായണ.